ഹലോ ഗൈസ്. സാധാരണ ഒരു വണ്ടി ഭ്രാന്തൻ്റെ ഒരു രാവിലെ എണീറ്റിട്ടുള്ള പരിപാടി പോലെ തന്നെ ഞാനും രാവിലെ തന്നെ എണീറ്റ പാട് നേരെ ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് നോക്കി തിരിച്ചു പോയി സമയം നോക്കുമ്പോൾ രാവിലെ എണീറ്റത് 11:30. ഇന്നലെ കുറച്ച് ലേറ്റായി ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ എന്തായാലും ഇപ്പം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വേറെ വഴിയില്ല. കറക്റ്റ് 8 hours സ്ലീപ്പും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് പിന്നെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു സാറ്റർഡേ മൊത്തം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വ്ളോഗാക്കി എടുക്കാമെന്ന് വെച്ചു. മൈന്യൂട്ട് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടി ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടി ഫുള്ള് ചളി പിടിച്ച് കിടക്കുന്നു. ഇന്നാണെങ്കിൽ കുറച്ച് വണ്ടി എടുത്തിട്ട് കുറച്ച് ലോങ് പോകേണ്ട പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കി പിന്നെ പല്ലൊക്കെ തേച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴുകണോ വേണ്ടിയോ, മഴയാണ്, കഴുകി കഴിഞ്ഞാൽ പിന്നെയും അങ്ങോട്ട് ചളിയിലേക്ക് തന്നെ ഇറക്കണ്ടേ, ആ ഒരു അവസ്ഥ അരക്കുമ്പോൾ എന്തോ പോലെ. പിന്നെ ചെന്ത് രണ്ടും വെച്ച് കഴുകാന്ന് വെച്ച്. പിന്നെ അതിനു മുന്നേ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വേണമല്ലോ. അപ്പോൾ പ്രോട്ടീൻ ടേക്ക് വേണ്ടതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് നോക്കുമ്പോൾ വീട്ടിൽ അമ്മയെല്ലാം ഉണ്ട്. പക്ഷേ അമ്മയൊക്കെ 11:30 ആയതുകൊണ്ട് പുറത്ത് പണിയും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് പിന്നെ ഫുഡ് എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോയി ഇന്നത്തെ ഫുഡ് എന്താ നോക്കിയപ്പോൾ ചപ്പാത്തി. അങ്ങനെ ഉള്ള 4 ചപ്പാത്തി എടുത്ത് പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ്റെ ഒരു മടിയായിരിക്കും. കാരണം പിന്നെ ഒരു വിശപ്പുണ്ടാവില്ല. എന്തായാലും നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് അത് മുടക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും സഹിച്ച് പിടിച്ച് തിന്നേ പറ്റുന്നു. അങ്ങനെ കറി എന്താണെന്ന് നോക്കാൻ ചിക്കൻ കറി. പിന്നെ 2 മൈൻഡായി, ചിക്കൻ കറി രാവിലെ തന്നെ കഴിക്കണോ, ഇന്നലെ രാത്രിയും ചിക്കൻ എടുത്ത് ഇന്ന് രാവിലെ കഴിച്ചിട്ട് കാര്യമുണ്ടോ അല്ല ഉച്ചക്ക് കഴിക്കണോ. പിന്നെ വിചാരിച്ച് ഉച്ചക്ക് കഴിക്കും. അങ്ങനെ വേറെന്തെങ്കിലും കറി ഉണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ വീട്ടിലെ അച്ഛമ്മേനോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ വെറുതെ നോക്കുമ്പോൾ കറി വേറെ ഉണ്ട്, ഉള്ളിക്കറി ഉണ്ട്. അപ്പോൾ ഉള്ളിയിൽ സാധാരണ മുട്ട ഉണ്ടാകുന്നതാണ്. ഇന്നെന്താ മുട്ടയില്ലാത്തതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഭയങ്കര ക്ഷാമമായി ഇപ്പോൾ മുട്ടക്കും പാലിനൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫുഡിൻ്റെ അവസ്ഥ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ മിനിമം 3 മുട്ട ദിവസവും കഴിക്കും. അങ്ങനെ ഇന്നലെ രാത്രിക്ക് ഒരു വിശപ്പ് വന്നിട്ട് പെട്ടെന്ന് ഓംലെറ്റ് അടിച്ച് കഴിച്ചുകൊണ്ട് മുട്ടേൻ്റെ ക്ഷാമത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഉള്ളി വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വെച്ച്. അപ്പോൾ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നിനി മേടിക്കണം. അങ്ങനെ പിന്നെ നമുക്കത് ഫുഡ് കഴിക്കണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യൂട്യൂബിൽ സീരീസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണാണ്ട് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ ഉപ്പും മുളകും കണ്ടിട്ടാണ് കഴിക്കാറ്. അങ്ങനെ വെച്ച് നമുക്ക് ഉപ്പും മുളകും കണ്ടിട്ട് സാധാരണ പോലെ തന്നെ കഴിക്കാമെന്ന് വെച്ച്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വെച്ചാൽ നമ്മൾ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യണം. പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യേണ്ടി ഫുഡ് കൊണ്ട് മാത്രം പറ്റില്ല. നമ്മൾക്ക് ഫുഡിൽ നിന്ന് കിട്ടാവുന്നൊരു പ്രോട്ടീൻ ഉണ്ട്. എന്നെപ്പോലെ ഇത്രയും സ്കിന്നി ആയിട്ടുള്ള ആൾക്ക് ഒരു പ്രോട്ടീൻ ഗോൾ അച്ചീവ് വേണ്ടിക്ക് ചെറിയ രീതിക്കുള്ള പ്രോട്ടീൻസ് ഒന്നും പോരാ. അപ്പോൾ നമ്മളൊരു മാസ് ഗെയിനർ എടുക്കുന്നുണ്ട്. വൈപ്പർ ലാബ്സിൻ്റെ ഒരു മാസ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു മാസ് ഗെയിനർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 1/2 ഗ്ലാസ് പാൽ കുടിക്കുന്ന ഞാനിപ്പം ഒരു ദിവസം 2 ഗ്ലാസ് വലിയ ഗ്ലാസ്സിൽ പാൽ കുടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ പൈസയും നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലും കുറച്ച് കുറവായിട്ട് നിന്ന് അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളേതാ സാധനങ്ങൾ വേണ്ട, ക്രിയാറ്റിൻ ഉണ്ട്, പിൻഡോളിൻ്റെ പീനട്ട് ബട്ടർ ഉണ്ട്, അതേപോലെ തന്നെ വൈപ്പർ ലാബ്സിൻ്റെ മാസ്ക് ഗെയിനറുണ്ട്. അപ്പോൾ മാസ്ക് ഗെയിനർ നല്ല ഓറിയോ ഫ്ലേവറാണ്, ടേസ്റ്റും കാര്യങ്ങളിലുണ്ട്. മാസ്ക് ഗെയിനർ പൊതുവേ വെള്ളത്തിൽ യൂസ് ചെയ്യാനാണ് പറയാറ്. പക്ഷേ വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന അബ്സോർപ്ഷൻ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പാലിലിട്ടിട്ടാണെങ്കിൽ കുറച്ച് ചൂടാക്കിയിട്ടാണെങ്കിൽ നല്ല രീതിക്ക് അബ്സോർവ് ആകുന്നുണ്ട്. അപ്പോൾ പാലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അങ്ങനെ അത് നമ്മളെടുത്ത് നേരെ നമുക്ക് പോകേണ്ടത് സാധാരണ പോലെ തന്നെ ഇത് കുറച്ചൊന്ന് മിക്സപ്പായി കഴിക്കണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് സാധാരണ പോലെ തന്നെ വെബ് സീരീസോ കാര്യങ്ങളോ ഉപ്പുമുളകോ അങ്ങനത്തെ കണ്ടിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് നേരെ അതിൻ്റെ മുമ്പ് പോയി അവിടെ ഇരുന്നു. അങ്ങനത്തെ രാവിലത്തെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വണ്ടി കഴുകലാണ്. വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ജപ്പാൻ കുടിവെള്ളമുണ്ട്, അതിൻ്റെ ഒരു പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ വെള്ളം വന്നത് നമ്മൾ പറഞ്ഞു കേട്ടാൽ പിന്നെ വെച്ചാൽ എന്തായാലും പ്രഷർ വാഷർ യൂസ് ചെയ്തിട്ട് കഴുകാം. അപ്പോൾ പ്രഷർ വാഷറിൻ്റെ മെയിൻ ചടങ്ങ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത പൈപ്പിന് ഫുള്ള് എന്താ പറയുക സ്പാൻഡറൊക്കെ വെച്ച് ടൈറ്റാക്കി ക്ലിപ്പെല്ലാം ഇട്ടതാണ്. അതിനെ അയച്ചിട്ട് നമ്മൾ ജപ്പാൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് മെയിൻ ചടങ്ങ്. അതുകൊണ്ടാണ് പിന്നെ ഒരു മടിയായിരുന്നു കഴുകുക. പിന്നെ വെച്ചാൽ എന്തായാലും ഇന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാണ്, വണ്ടി നല്ല അവസ്ഥയാണ്, അപ്പോൾ കഴുകിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളതെന്ന് വെച്ചിട്ട് അത് കണക്ട് ചെയ്ത് പ്രഷർ വാഷർ കണക്ട് ചെയ്ത് നമ്മൾ കഴുകാൻ തുടങ്ങി. കഴുകൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറും കാര്യങ്ങളും കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയാകും. എന്നാൽ പോലും നമുക്ക് ബോഡി നല്ല ഒന്ന് തിളക്കിയെടുക്കാനുള്ള രീതിക്ക് ഫുള്ള് കഴുകാമെന്ന് വെച്ചു. അങ്ങനെ വണ്ടി മൊത്തം കഴുകി കഴിഞ്ഞു. വണ്ടി മൊത്തം നോക്കി ടയറും കാര്യങ്ങളൊന്നും കഴിക്കുക, ബാക്കി വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ്
സ്റ്റാൻഡൊക്കെ ഇട്ട് വണ്ടി നല്ല രീതിക്ക് ബോഡിയൊക്കെ വാഷ് ചെയ്ത് ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ എന്തായാലും കഴിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ, ഇന്നത്തേക്കുള്ള സ്റ്റാറ്റസ് സ്റ്റോറി അല്ലായല്ലോ. അതിന് വേണ്ടിയിട്ട് വണ്ടി കുറച്ച് ബാക്കൗട്ടാക്കിയിട്ട് നല്ലൊരു പൊസിഷൻ നോക്കിയിട്ട് വെക്കേണ്ടിയിട്ട് വണ്ടി ബാക്കൗട്ടാക്കേണ്ട പരിപാടി എടുത്ത്. അങ്ങനെ വീഡിയോസ് എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് എല്ലാം കഴിഞ്ഞ ശേഷം എന്തായാലും വീട്ടിൽ അമ്മ ഉണ്ടാകുമ്പോൾ പണി എന്തെങ്കിലും ഉണ്ടാവും. ഞാനും പിന്നെ വീട്ടിലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമായിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ നമ്മളെ മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് നമ്മളെ കറണ്ടിൻ്റെ ലൈനും മതി ഓലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അങ്ങനത്തെ അല്ലറ ചില്ലറ പറമ്പിലെ കുറച്ച് പരിപാടികളുണ്ട്. അതിന് വേണ്ടിയിട്ട് അന്ന് എന്തായാലും അമ്മ വെറുതെ വീട്ടിലിരുത്തൂല. എങ്ങനെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നതാണ് എന്തെങ്കിലും ഇതേപോലത്തെ പണിയായിട്ട് വരും. അതിൻ്റെ ഇതേപോലത്തെ ഒരു ചക്ക കണ്ടിട്ട് ഇത്രയും ഹൈറ്റുള്ള ചക്ക എന്നോട് ഈ ഒരു കൊക്ക വെച്ചിട്ട് പറിക്കാൻ പറഞ്ഞു. നടക്കൂലെന്ന് ഞാൻ കുറേ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അങ്ങനെ എന്നോട് പറഞ്ഞ് ആദ്യം ഇതെടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കട്ടിയില്ലാത്ത കൊക്ക, ഏറ്റവും ഉണങ്ങിയ കൊക്ക, ഇതെങ്ങനെ മാറ്റാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെ എടുത്ത് മാറ്റണല്ലോ. പിന്നെ ജിമ്മിന് പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നീ പോകുന്നു എല്ലാം പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ചെയ്ത് എൻ്റെ കയ്യിൻ്റെ ഊപ്പാടളി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അതിനുമേലെ ഇങ്ങനെ കുടുങ്ങി നിന്നിട്ടുള്ള ഈ കൊക്കയിട്ട് എന്താ പറയുക വെയിറ്റും ഇല്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പരിപാടി നടക്കുന്നതാണ്. അല്ല, ഒരു കൊക്കയും കൂടി അതിൻ്റെ മേലെ കെട്ടണം. അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പം കാണുന്നില്ലല്ലോ. ലൈനുണ്ട് ലൈനത് ശ്രദ്ധിക്കണേ. അത് ലൈനാ, മേലത്തെ ലൈനല്ലേ. ഒന്ന് ലൈനും ഒന്ന് കേബിളുവാ. അതിന് സ്റ്റേ വയർ അല്ല, സർവീസ് വയർ ആയതുകൊണ്ട് പ്രശ്നമില്ല. അല്ല, ഇങ്ങനത്തെ എടുത്തിട്ട് ഇടാൻ പാടില്ല എന്ന് തോന്നുന്നു. ലൈനില്ല മേലെയുള്ള സാധനം വേണ്ടല്ലേ. മട്ടിൽ വലിച്ചാൽ വരുവാ. അതന്നെ. എത്ര എണ്ണാ വീണ് കിടന്ന്. ഇനി അത് കൊത്തുമ്പൊക്കെ കെട്ടേണ്ട സാധനം എടുത്ത് ചേർത്ത്. അതാ ഇനി എത്താണ്ടാവും. പൊന്തിച്ചോ അങ്ങനെ ആവൂലപ്പാ. ഓക്കെ, ഇപ്പുറത്തും കൂടി ഇടയിലാ പോയേ. ഉണക്ക് പിന്നെ അങ്ങനെ ആ പരിപാടി കഴിയുമ്പോഴാണ് ഋഷിലിൻ്റെ വരവ്. അങ്ങനെ ഓൻ വന്ന സ്ഥിതിക്ക് എന്തായാലും ചക്ക പറിക്കാമെന്ന് വെച്ച്. അങ്ങനെ അമ്മ കൊക്കയൊക്കെ കെട്ടി കത്തിയൊക്കെ കെട്ടി ചക്ക പറിക്കാൻ വേണ്ടി റെഡി ചെയ്യും. ചക്ക പറിക്കാൻ പോയിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ കൊക്കേൻ്റെ വില കെട്ടി കത്തി ചക്കേൻ്റെ വിലയായി, ചക്കയായിട്ട് കിട്ടിയതില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ. അങ്ങനെ ആ പരിപാടി സക്സസ്ഫുള്ളി പാളിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റെല്ലാം എടുത്ത് പിന്നെ അടുത്ത് പോകേണ്ട പരിപാടി ഉണ്ട്. അപ്പോൾ അടുത്ത പോകേണ്ട പരിപാടിക്ക് മുന്നേ നമ്മൾ പോയിട്ട് വെയിറ്റ് നോക്കുമ്പോൾ 55.4, 5 കിലോ 6 കിലോന് മേലെ കയറ്റി. കാരണം വെച്ചാൽ ഒരു മാസം മുന്നേ നോക്കുമ്പോൾ 49 വരും. അങ്ങനെ മാറ്റം ഉണ്ടെന്ന് തിരിഞ്ഞ് സന്തോഷത്തിൽ അടുത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നേരെ പോകുന്നത് അമ്മേൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ എനിക്ക് പോകുമ്പോഴുള്ള മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ എൻ്റെ മുഖത്ത് ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലില്ല കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഫേസ് വാഷ് ഇടാണ്ടുള്ള പുറത്തേക്കുള്ള പരിപാടി പറ്റില്ല. കാരണം അതിട്ട് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കിട്ടും, കുറച്ച് നേരമെങ്കിലും ഓയിലില്ലാണ്ട് കിട്ടും. അപ്പോൾ ഭയങ്കര ചടങ്ങുള്ള പരിപാടി. അപ്പോൾ എവിടെയും പോകുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ മസ്റ്റാണ്. അങ്ങനെ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ പതപ്പിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കുറച്ചെങ്കിലും ഒരു സുഖം കിട്ടും.
അങ്ങനെ അതിന് ശേഷമുള്ള അടുത്ത പരിപാടി മുഖത്ത് പൗഡർ ഇടും. പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഓയിലി സ്കിന്നിൻ്റെ ഒരു ഇത് പോവും. കുറച്ച് നേരത്തേക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് മുഖത്ത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു മൂഡ് ഉണ്ടാവില്ല. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മുഖം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടക്കേണ്ട അവസ്ഥയിൽ കഴുകേണ്ട അവസ്ഥയിലിരിക്കും. കുറച്ച് നേരത്തേക്കാണെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നല്ല പൗഡർ ഇട്ട് അതിന് ശേഷം നമ്മളെ വാച്ച് മെയിനാണല്ലോ, വാച്ച് ഇട്ട് സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് മൊത്തം ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റാൻഡ് കൂടി എടുത്തിട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ നമ്മളെ സെക്കൻഡ് ഫോണിൻ്റെ അതും കൂടി എടുത്ത് പോകാമെന്ന് വെച്ച്. കാരണം എവിടുന്നൊക്കെ എന്തിനൊക്കെ വീഡിയോസ് എടുക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സെറ്റപ്പിലായിരുന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മാഹിയാണ്. മാഹി കുഞ്ഞിപ്പള്ളി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പുണ്ട് മുക്കാളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അമ്മേൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററിന് മേലെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാർബൺ എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂത്തുപറമ്പ് കടന്ന് കിട്ടണമെങ്കിൽ വലിയ കടമ്പയാട്ടാ. സാധാരണ പഴയടത്ത് എത്തിക്കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് വഴി കൂത്തുപറമ്പ് എത്തുന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനത്തെ പലതും ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് നമ്മുടെ ഇരിട്ടി സൈഡിൽ നിന്നൊക്കെ കണ്ണൂരേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മട്ടന്നൂർ അല്ലാണ്ട് കൂത്തുപറമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റൈറ്റ് കട്ട് ചെയ്യും. കൂത്തുപറമ്പ് ടൗൺ ടച്ച് ചെയ്യാണ്ട് ആ ഒരു വഴിയിൽ നല്ലൊരു ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വഴിയാണ് പോവുക. അപ്പോൾ മെയിനായിട്ട് ഇവിടെ മാർക്കറ്റ്സൊക്കെ വന്ന് ഹൈപ്പർ മാർക്കറ്റ് വന്നേരം ഭയങ്കരമായിട്ട് ബ്ലോക്ക് വരുന്നുണ്ട്. മെയിൻലി രാവിലെ തൊട്ട് ഒരു സന്ധ്യ വരെ നല്ല ബ്ലോക്കായിരിക്കും ഇവിടെ. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട് ഇതേപോലത്തെ ആ ആൾട്ടോക്കാരൻ കണ്ട ഇതുപോലത്തെ ആളും കൂടി കുത്തിക്കയറ്റാൻ നോക്കും. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പിന്നെ ഫുള്ള് ബ്ലോക്കായിരിക്കും. പിന്നെ ബസ്സുകാരെ പിന്നെ പറയണ്ടല്ലോ, ബസ്സുകാർക്ക് റൈറ്റ് സൈഡിലോട്ട് കയറി അങ്ങ് പോകും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഓപ്പൺ ആയ നാബ് വേണ്ട അവിടെയും കൂടി വന്നതോടുകൂടി പിന്നെ ഈ ഒരു റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്ക് ബൈക്കൊക്കെ എടുത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടി സുഖമാണ്. നമുക്ക് വേറെ ഏതെങ്കിലും റൂട്ട് പോകാമെന്ന് ചോദിക്കാം. കാറെടുക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം ഇതിലോട്ടേ പോകാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് വരുമ്പോൾ കണ്ട സംഭവം കേട്ടോ. ഇന്നലെ നോക്കുമ്പോൾ സൈഡിൽ ഇപ്പോൾ നടുവിൽ സെൻറ്റർ കട്ട് ചെയ്യാണ്ടിരിക്കുക, ഇങ്ങോട്ടേക്ക് ഇതിലോട്ട് കയറാണ്ടിരിക്കുക സൈഡിൽ പോലീസിൻ്റെ ഒരു സംഭവം ഈ ഒരു സെറ്റാക്കിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ ബസ്സുകാരുടെ ഈ കുത്തിക്കയറ്റിൽ മെയിനായിട്ട് നിർത്തി കിട്ടും ഈ ഒരു സാധനം വെച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബസ്സുകാർക്ക് എന്താ പറയണ്ടേ, എന്നും നോക്കാണ്ട് ഡയറക്റ്റ് ഇതിലോട്ട് കയറിപ്പോവും. അപ്പോൾ ഇത് കണ്ട ബേബി അടുത്തുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് റൈറ്റേക്ക് കട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് മെയിൻലി ഇവിടെ ബ്ലോക്ക് വരാൻ സാധിക്കും. കാരണം നല്ലൊരു റോഡ് അങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് പോകുന്നത്. വെറുതെ കണ്ണൂർ ടച്ച് ചെയ്യണ്ടെങ്കിൽ കൂത്തുപറമ്പ് ടച്ച് ചെയ്യാണ്ട് പോകണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഓപ്ഷൻ അതാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ സാധാരണ പാനൂർ റൂട്ടിലാണ് പോയത്. പാനൂർ റൂട്ടിലാണ് അടുത്ത് വരുന്നത്. അപ്പോൾ പക്ഷേ പാനൂർ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡായതുകൊണ്ട് നമ്മൾ നേരെ തലശ്ശേരി പിടിച്ചിട്ടാണ് പോകുന്നത്. തലശ്ശേരി ഇപ്പോൾ ബൈപ്പാസ് വന്നുകൊണ്ട് നമുക്ക് 20 മിനിറ്റ് കൊണ്ട് തലശ്ശേരി പിടിക്കാം. അവിടെ നിന്ന് നേരെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. അല്ലെങ്കിൽ 1 മണിക്കൂറിനേക്കാൾ മേലെ ഓട്ടോ ഉണ്ട് ഇവിടുന്ന് പോകണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നേരെ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ ബൈപ്പാസ് എത്തി തലശ്ശേരി എത്താണ്ട്. ഇവിടുന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ കയറുന്നത് വെച്ചാൽ ഒന്ന് ബ്ലോക്ക് ഒഴിവായി കിട്ടാനും പിന്നെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പെട്രോൾ അടിക്കാനും പറ്റും. നമ്മൾ പെട്രോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് എപ്പം തീർന്ന് കിട്ടും. അപ്പോൾ ഏകദേശം കാലിയായിട്ടുണ്ട് പെട്രോൾ. ഇനി ഒരു 10-15 കിലോമീറ്റർ ഓടുന്നുള്ളൊരു അവസ്ഥയിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് പെട്രോളും കൂടി അടിക്കാനുള്ള ഓപ്ഷനിലാണ് ഇതിലോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെച്ചാൽ കുറേ പേർക്കൊക്കെ ഈ ഒരു ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്രോൾ പമ്പിലേക്ക് പോകേണ്ടതെന്ന് അറിയില്ലായിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയത്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് കയറി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ കാണും, അണ്ടർപാസ് വരെ കാണും. ഈ അണ്ടർപാസ് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. നേരെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റും. സർവീസ് റോഡ് കയറി കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിൽ ഫുൾ പെട്രോൾ പമ്പാണ്. ഒരു 4-5 പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ജിയോൻ്റെ പമ്പാണ്. അപ്പോൾ ഇവിടെ കുറേ HP-ൻ്റെ ഉണ്ട്, ഇന്ത്യൻ ഓയിൽ ഉണ്ട്, എല്ലാം പുതിയത് ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് നേരെ HP-യിലും ഇന്ത്യൻ ഓയിലൊന്നുമില്ല, നമ്മൾ നേരെ ആക്റ്റീവ് ടെക്നോളജിയിൽ ജിയോൻ്റെ പമ്പിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ ജിയോൻ്റെ പമ്പ് ഈ റോഡിൻ്റെ ഏറ്റവും എൻഡിലാണ് വരുന്നത് കേട്ടോ. ഏറ്റവും എൻഡിലാണ് ജിയോൻ്റെ പമ്പ് വരുന്നത്.
ഇതാ അങ്ങനെ നമ്മൾ ജിയോൻ്റെ പമ്പിൽ എടുത്താൽ മതി. ഇപ്പം ഇന്ത്യൻ ഓയിലിൻ്റെ പുതിയ വരുന്ന പമ്പാട്ടാ ഈ റോട്ടിൽ. അങ്ങനെ ഏറ്റവും എൻഡിൽ ഇതിലൂടെ നമുക്ക് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ സർവീസ് റോഡിലോട്ട് പോകേണ്ട തന്നെ നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് കയറാം കേട്ടോ. അങ്ങനെ ജിയോൻ്റെ ഒപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് നമ്മൾ മെയിൻലി പന്തക്കലായിക്കോട്ടെ മാഹി ആയിക്കോട്ടെ എവിടെ നിന്നായിക്കോട്ടെ നമ്മൾ ജിയോൻ്റെ ഒപ്പം മാത്രമേ അടിക്കുള്ളൂ. അതിൻ്റെ എല്ലാം ആക്റ്റീവ് ടെക്നോളജി ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ കയറി ഭയങ്കരമായിട്ടൊരു മാറ്റങ്ങൾ തോന്നി. കാരണം ഈ ഒരു സൈഡ് കണ്ട റൈറ്റ് സൈഡിൽ തന്നെ ഇഷ്ടം പോലെ ഡീസൽ അടിക്കാനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വേറെ തന്നെ ഉള്ളിലോട്ടും ഉണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ പുതിയൊരു സെറ്റപ്പുകളുണ്ട്. അത് ഞാൻ ഇപ്പോൾ അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പം കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ഓ കഴിഞ്ഞില്ലേ? അങ്ങനെ അവർ ചോദിക്കുമായിരുന്നു നിങ്ങൾ റിവേഴ്സ് എടുത്തിട്ട് വരുവാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് അടിക്കാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും കഴിയാനായി അവിടെ. പിന്നെ വെറുതെ റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് പുതിയ ആൾ വന്നിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കലേ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാന്ന് വെച്ച് നിന്ന്. കൂട്ടാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ കണ്ട് ഞാൻ ചൂട് തുറന്നിട്ടുണ്ട്. ഫുള്ള് പെട്രോള് ആ. അപ്പോൾ പെട്രോൾ അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ടെക്നോളജി പറഞ്ഞില്ലേ പുതിയൊരു സെറ്റപ്പ് മെഷീനൊക്കെ നമ്മളെ ATM കാർഡ് പോലെ നമുക്ക് തന്നെ നേരെ കാർഡ് ഇട്ടിട്ട് നേരെ പൈസ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്രോളിൽ നിന്ന് വരും. അതുപോലത്തെ സെറ്റപ്പാണ് നോക്കും. അങ്ങനെയൊക്കെ ജിയോയിൽ തുടങ്ങി. അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫണ്ടും ബാലൻസും കാര്യങ്ങളൊക്കെ സീറോ ആണ്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് അടിക്കൽ. അപ്പോൾ അങ്ങനെ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു അനുഭവം കിട്ടുന്നത്. ഞാൻ കട്ട് ഓഫ് കഴിഞ്ഞിട്ട് ഫുള്ളായിക്കോയെന്ന് പറഞ്ഞു. ഈ ഒരു വണ്ടീൻ്റെ ടാങ്ക് കപ്പാസിറ്റി 35 ലിറ്റർ ആയിരുന്നത്. ഇപ്പോൾ 35.5 അടിച്ച് എന്നിട്ടും ഫുള്ളായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ഒരു പിടുത്തമില്ല. ഇനി ഇവിടുത്തെ സ്കാമാണോ എങ്ങനെയാണ് പരിപാടി എന്ന് എനിക്ക് തിരിയുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടില്ല. ഇനി 35 ലിറ്റർ ടാങ്കിന്. ഇതിന് മുന്നേ ഞാൻ പന്തക്കൽ ജിയോൻ്റെ പമ്പിൽ പോയാലും സെയിം അവസ്ഥ എനിക്കുണ്ടായത്. എനിക്ക് 35 ലിറ്ററിൻ്റെ അടുത്തോളായപ്പോൾ ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് ചെയ്തത്. എന്താ അവസ്ഥ എന്നറിയില്ല, എന്തുകൊണ്ടാണെന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും സ്കാമാണോ എന്തുകൊണ്ടാണെന്ന് തിരിയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സർവീസ് റോഡിൽ നിന്ന് പുറത്തേക്ക് കയറേണ്ട പരിപാടിയാണ് അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ സർവീസ് റോഡ് കാണും. അപ്പോൾ അടുത്ത് വരുന്നത് സിഗ്നലാണ്. ആ സിഗ്നലിൽ നിന്ന് റൈറ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. ബട്ട് അവിടുന്ന് ചില ടൈമിൽ പോലീസുകാർ അങ്ങോട്ട് കയറ്റില്ല. ഈ സർവീസ് റോഡ് നേരെ പോകാൻ പറയും. പിന്നെ അടുത്തൊരു എൻട്രി വരുന്നുണ്ട്, അവിടുന്ന് മാത്രമേ കയറാൻ പറ്റൂ. ബട്ട് പോലീസുകാരൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു നേരെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇതാണ് മെയിൻ ഇവിടുത്തെ സിഗ്നൽ വരുന്നത്. ഈ മാഹിയിലേക്ക് എത്താൻ പോകുമ്പോഴുള്ള സിഗ്നൽ വരുന്നത് കുറച്ച് ഡേഞ്ചറായ സിഗ്നലാണ്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ കയറാൻ പാടില്ല. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഒന്നുകിൽ കയറാം. ഇന്നിപ്പോൾ പോലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിപ്പള്ളിയൊക്കെ ഇറങ്ങാൻ പോകുന്നത്. കുഞ്ഞിപ്പള്ളി വരെയാണ് ബൈപ്പാസ് ഉള്ളത്. അപ്പോൾ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിലേക്ക് നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ളത്. ബട്ട് കുഞ്ഞിപ്പള്ളി ഇപ്പം ഈ ഒരു ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഭയങ്കര റോഡ് കൺജസ്റ്റഡായി. സെൻറ്ററിലേക്ക് റോഡില്ല. ലെഫ്റ്റിലേക്കുള്ള സർവീസ് റോഡ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ലെഫ്റ്റിലോട്ടുള്ള സർവീസ് റോഡ് വെച്ചാൽ ഒരു വണ്ടി കഷ്ടി പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥ ഉണ്ടാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കുറച്ച് പോക്കറ്റ് റോഡ്സ് ഉണ്ട്. ആ റോഡിൽ നിന്നൊക്കെ ആൾ വന്നു കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് അല്ലെങ്കിൽ റിട്ടേൺ പോകണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡിലോട്ട് വന്നിട്ട് വേണം അവർക്ക് അപ്പുറത്തെ റോഡ് കയറാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ടാസ്കും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് കയറണ്ടെങ്കിൽ ഈ റോഡിലോട്ട് വന്നിട്ട് ഈ ഒറ്റ ലൈനിലോട്ട് വേണം അപ്പുറത്തേക്ക് കയറാൻ. അല്ലാണ്ട് ഡയറക്റ്റ് കയറാൻ പറ്റില്ല.
അങ്ങനത്തെ വഴിയോ കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒരു വലിയ ടാസ്ക് തന്നെ ഈ റോഡിലോട്ട് പോകുമ്പോൾ, ഇത്രയും വലിയ ഹൈവേ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ. അങ്ങനെ നമ്മളെ നാട്ടിലെത്തിയേട്ടാ. ഈ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ വേറെ തന്നെ ഒരു വൈബും വേറെ തന്നെ ഒരു ഫീലും ആയിട്ടാ. എൻ്റെ ഒരു നാട് പോലത്തെ അല്ല. ഇപ്പം നമ്മളെ കൂത്തുപറമ്പ് സൈഡൊക്കെ ആണെങ്കിൽ ആ ഒരു പോലത്തേ അല്ല. ഇവിടെയൊക്കെ പുഴയല്ല കടലിൻ്റെ സൈഡിലൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ഉള്ളിലൊക്കെ ഇട്ട് കയറി കഴിഞ്ഞാൽ മൊത്തം പൂഴിയാണ്. നമ്മുടെ മണ്ണുണ്ടാവില്ല, മൊത്തം പൂഴിയായിരിക്കും റോഡിൻ്റെ സൈഡിലൊക്കെ. ഇവിടെ തന്നെ കണ്ടോ. പിന്നെ ഇവിടെ ഫുൾ കുറേ തെങ്ങുകളും കുറേ ഭയങ്കര പച്ചപ്പെല്ലാണ്. വേറെ തന്നെ ഒരു വൈബ് തന്നെ ഇതിലോട്ട് പോകാനും ഇതിലോട്ട് നടന്നു പോകാനൊക്കെ. പ്രത്യേകിച്ച് ഇതിലോട്ട് ബൈക്കൊക്കെ എടുത്തിട്ട് പോകണം. നല്ലൊരു മഴയുള്ള ടൈമിൽ നല്ല രസമാട്ടോ. അപ്പുറം ഇപ്പുറം കണ്ട ഇവിടെ കുറേ തെങ്ങുകളും ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തേങ്ങക്കൊന്നും ക്ഷാമമില്ല കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ എത്ര തേങ്ങ എടുത്തിട്ടാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിലോട്ടല്ല ഞാൻ സാധാരണയായിട്ട് പോക്ക്. ഈ റൂട്ടിലോട്ട് പോകുന്ന കാരണം വെച്ചാൽ അമ്മേൻ്റെ വീടിപ്പോൾ പുതിയൊരു വീടെടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് അമ്മമ്മ മാത്രമേ ഉള്ളൂ. അമ്മമ്മ നിൽക്കുന്നത് വാടക വീട്ടിലാണ്. അപ്പോൾ വാടക വീട് എന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ഒറിജിനൽ വീടിൻ്റെ കുറച്ച് ഇങ്ങോട്ട് തന്നെയാണ്. ബട്ട് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പ വഴിയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു വളവ് വളഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടെത്താനായി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വീട് കിട്ടിയതുകൊണ്ട് ഇവിടത്തേക്ക് മാറിയതാണ്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ അടുത്തൊരു പണി എടുക്കണം, തേങ്ങ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തേങ്ങയൊക്കെ കുറച്ചെടുത്ത് ഒരിച്ചു കൊടുത്ത് നേരെ എടുത്ത് ചാക്കിലാക്കി ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട പരിപാടി കേട്ടോ. കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം, കുറച്ചെടുത്ത് വിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ തേങ്ങയായാലും അരിയായാലും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് ഇന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ചാക്കിലാക്കിയിട്ട് നമ്മളെ കാറിലെടുത്തിട്ട് കൊണ്ടുപോകാൻ. ഇവിടെ നമ്മളെ ഉള്ളിലോട്ട് അമ്പലത്തിന് ഏച്ചിൻ്റെ മോൻ. അങ്ങനെ നമ്മളെ വണ്ടി കണ്ടിട്ട് ഭയങ്കര ഒരു അതിശയം തോന്നിയിട്ട് ഡോറ് കാണാനായിട്ട് നിർത്തിയിട്ട് ചോദിച്ചു ചേട്ടാ ഡോറ്. അങ്ങനെ നമുക്ക് അറിയുന്ന ആളായിരുന്നു.
അകത്തേക്ക് കയറാനുള്ള സ്ട്രഗിളാട്ടെ പണ്ടേ. ഞാൻ വിചാരിച്ച അടിയൊക്കെ എറിഞ്ഞ് പണ്ടാരായെന്ന് വിചാരിച്ച്. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് സാധനങ്ങളിരുന്ന് ഇറക്കാനുള്ളതുകൊണ്ടായിട്ട് റിസ്ക് എടുത്ത് ഇങ്ങോട്ട് കയറ്റിയത്. അങ്ങനെ ടയറിൻ്റെ കാര്യത്തിൽ പിന്നെ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ ഞാൻ പറഞ്ഞില്ല തേങ്ങ കൊടുക്കണം. തേങ്ങ കൊടുത്തിട്ട് 400 സംതിങ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് നോർമലി വേണ്ട സാധനങ്ങളുണ്ട്. നമ്മൾ പണ്ട് മുതലേ വാങ്ങിക്കുന്നൊരു ഷോപ്പുണ്ട് നമ്മുടെ തൊക്കിലങ്ങാടി ടൗണിൽ. അവിടുന്ന് മുട്ടയും കാര്യങ്ങളും നമ്മുടെ പ്രോട്ടീൻസും പാലും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ടാണ് പോകുന്നത് വീട്ടിലേക്ക്. കാരണം ഇന്ന് പോയി കഴിഞ്ഞാൽ രാത്രി വേറെ ഒന്നും കഴിക്കാനില്ല. അപ്പോൾ ഇതിന്ന് ഇവിടുന്ന് മേടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പ്രോട്ടീൻ കൂടി ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപാട് നമ്മൾ ജിമ്മിന് പോകേണ്ട ടൈമായി. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാത്തതെന്ന് വെച്ചാൽ ഒന്നാമത് ലേറ്റായി എണീക്കുക, പിന്നെ പോകേണ്ടി വന്നോണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ജിമ്മിന് ഫുഡ് കഴിക്കാണ്ട് പോകാനും പറ്റില്ല. അപ്പം നോർമലി ഞാൻ പ്രീ വർക്കൗട്ടായിട്ട് എടുക്കുന്നത് വെച്ചാൽ ഒരു പഴം, കോഫി, പിന്നെ ക്രിയാറ്റിന്. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കനത്തിലെടുക്കാമെന്ന് വെച്ച് പിന്നെ കഴിച്ച് എന്തായാലും വീറ്റ് ബ്രെഡ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചു. പിന്നെ അതിന് ശേഷം ഒരു പഴവും കൂടി കഴിച്ചു, പിന്നെ കോഫിയും കൂടി കഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രീ വർക്കൗട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഫുഡ് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ വെയിറ്റും എടുക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ വെറുതെ പോകുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെൽക്കോറിൻ്റെ ട്രോപ്പിക്കൽ ടാങ്കോ എന്ന് പറഞ്ഞ ഫ്ലേവേർഡ് ക്രിയാറ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയാറ്റിന് എടുത്ത് നമ്മൾ നേരെ വിട്ട് ജിമ്മിലേക്ക്. അപ്പോൾ ഇന്ന് ഒറ്റ കാട്ടാ പോകുന്നത്. ഇന്ന് ലെഗ് ഡേ ആണ്. ബട്ട് പണി കിട്ടിയതെന്ന് വെച്ചാൽ നമ്മളെ ജിം പാർട്ട്ണർ പണി തന്നു വരുന്നില്ല എന്ന് പറഞ്ഞ് മൂഞ്ചി. അങ്ങനെ ഒറ്റയ്ക്ക് പോകണം. പിന്നെ ലെഗ് ഡേ ആയതുകൊണ്ട് വലിയ സീനില്ല ഒറ്റയ്ക്ക് കളിക്കുന്നതിന്. അപ്പോൾ വേറെ മസിൽസൊക്കെയാണ് പണി കിട്ടും. അങ്ങനെ നമ്മളൊരു 5:30 അങ്ങനെ നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വാമപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ആപ്സിനും കൂടി കളിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ബട്ട് ഒറ്റക്കായിട്ട് എന്തോ ഒരു മൂഡില്ല. അപ്പോൾ ആൾക്കാരും കുറവാണെന്ന് നമ്മൾ അറിയുന്ന വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് വേഗം ലെഗ് മാത്രം കളിച്ചിട്ട് പോകാം. അങ്ങനെ ലെഗിൻ്റെ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞ് എക്സ്റ്റൻഷൻ പ്രസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ട്രെഡ്മിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരാറിന് കുറേ ദിവസം എടുത്തു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തന്നെ അയച്ചു നോക്കുമ്പോൾ വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് 2 സ്ക്രൂ ഇടേണ്ട പരിപാടിയുള്ളായിരുന്നു. അങ്ങനെ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ട്രെഡ്മിൽ സെറ്റാക്കി. അപ്പോൾ നമ്മളെ ഹോംലി ജിമ്മാക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിറകെ വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് കാണിച്ചില്ല. അങ്ങനെ ഇത് വർക്കിംഗ് കണ്ടീഷനാണോ നോക്കി നോക്കും. വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിന് ഏകദേശം 13,000 റുപ്പീസ് വില വരുന്നുണ്ട്. അപ്പോൾ ഇത് DC മോട്ടർ വെച്ച് പവർ ജനറേറ്റ് ചെയ്യുന്നൊരു മെഷീനാണ്. അപ്പോൾ പിന്നെ നമ്മളിത് സെറ്റായതിനു ശേഷം നമ്മൾ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴി എത്തുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ പ്രോട്ടീൻ കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ നൈറ്റ് നമ്മൾ ദോശയും ചിക്കൻ കറിയാണ്. അപ്പോൾ അത് ഏകദേശം തണുത്ത് വരവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടൊക്കെ അത് കഴിക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് പോസ്റ്റ് വർക്കൗട്ടായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ പാലിൽ നമ്മളെ മാസ് ഫ്യൂഷൻ, മാസ് ഗെയിനർ, വെയിറ്റ് ഗെയിനർ ഇങ്ങനെയൊക്കെ പറയും. ഈ ഒരു സാധനം എടുക്കണം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ കൂടെ അച്ചീവ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അങ്ങനെ ഇതാ നമ്മുടെ വൈപ്പർ ലാബ്സിൻ്റെ മാസ് ഫ്യൂഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട് തുറക്ക്. അതുകൊണ്ട് വീഡിയോസ് ഒറ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇതിൽ ഏകദേശം ഒരു സ്കൂപ്പിൽ 22 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി 2 സ്കൂപ്പ് എടുക്കണം. ഇതിൽ 3 സ്കൂപ്പ് എടുക്കാനാണ് കാണിക്കുന്നത്. ബട്ട് നമുക്ക് ബാക്കിയുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഡെയിലി 2 സ്കൂപ്പാണ് എടുക്കാറ്. രാവിലെ ഫുഡ് കഴിച്ചിട്ടും പിന്നെ രാത്രി ഉറങ്ങാൻ ആകുമ്പോഴും. ഇപ്പോൾ ഇതാ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിയാറ്റിൻ ഇതാ വെൽക്കോറിൻ്റെ ക്രിയാറ്റിനുണ്ട്, നമ്മുടെ പിൻഡോളേൻ്റെ പീനട്ട് ബട്ടർ ഉണ്ട്, അതേപോലെ തന്നെ വൈപ്പർ ലാബ്സിൻ്റെ മാസ് ഫ്യൂഷൻ. അപ്പോൾ ഇതാ നമ്മുടെ 2 മുട്ടയുണ്ട്. ഒരു മുട്ട ഞാൻ കഴിച്ച് കഴിഞ്ഞാട്ടോ, പിന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ അപ്പം പാല് നല്ല തണുത്ത് മരവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.